ലോകം മുഴുവനും ഇന്നൊരു പേരിന് പിന്നാലെയാണ്. അതെ, BTS. ഇത് വെറും ഒരു മ്യൂസിക് ബാൻഡ് മാത്രമല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വപ്നങ്ങളുടെ കൊടുമുടി പിടിച്ചടക്കിയ ഈ സാധാരണക്കാരായ ആൺകുട്ടികളുടെ പോരാട്ടത്തിൻ്റെ കഥയാണ്. RM, ജിൻ, സുഗ, ജെഹോപ്പ്, ജിമിൻ, വി, ജങ്കുക്ക്. പട്ടിണിയും പരിഹാസങ്ങളും നിറഞ്ഞ ഒരു ചെറിയ മുറിയിൽ നിന്ന് ലോകത്തിൽ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങൾ വരെ അവർ കീഴടക്കി. പാട്ടുകളിലൂടെ അവർ ലോകത്തോട് പറഞ്ഞു, ലവ് യുവർ സെൽഫ്. ഭാഷ അറിയില്ലെങ്കിലും അവരുടെ സംഗീതം നമ്മളെ കരയിപ്പിച്ചു, ചിരിപ്പിച്ചു, ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഇതാ ചരിത്രം കുറിച്ച ആ 7 വിസ്മയങ്ങളുടെ കഥ. തുടക്കത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ചെറിയൊരു ഗ്രൂപ്പായിരുന്നു. 2010 മുതൽ 2013 വരെ. 2010 ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ്, ഇന്നത്തെ ഹൈബ് എന്നറിയപ്പെടുന്നത്, എന്ന ചെറിയ കമ്പനി ഈ 7 പേരെയും കണ്ടെത്തുന്നത്. അംഗങ്ങളായ RM, ജിൻ, സുഗ, ജെഹോപ്പ്, ജിമിൻ, വി, ജങ്കുക്ക്. തുടക്കത്തിൽ ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പായിട്ടാണ് അവർ തുടങ്ങിയത്. ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ മുറിയിൽ 7 പേരും ഒരുമിച്ചായിരുന്നു താമസം. 2013 ജൂൺ 13 നോ മോർ ഡ്രീം എന്ന പാട്ടുമായി അവർ അരങ്ങേറ്റം കുറിച്ചു. അന്ന് അവർക്ക് വലിയ ആരാധകരോ പണമോ ഉണ്ടായിരുന്നില്ല. കഠിനാധ്വാനത്തിൻ്റെ നാളുകളായിരുന്നു 2014 മുതൽ 2016 വരെ. മറ്റു വലിയ കമ്പനികളുടെ ഗ്രൂപ്പുകളോട് മത്സരിക്കാൻ അവർക്ക് പ്രയാസമായിരുന്നു. പലപ്പോഴും അവർ അവഗണിക്കപ്പെട്ടു. ദ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങിയ ഐ നീഡ് യു എന്ന പാട്ടിലൂടെയാണ്. അവർക്ക് ആദ്യമായി ഒരു മ്യൂസിക് ഷോയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഇൻ ലൈഫ് എന്ന ആൽബം സീരീസ് യുവാക്കളുടെ ഇടയിൽ വലിയ തരംഗമായി. മാനസികാരോഗ്യം, സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വരികൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ആഗോള വിസ്മയം തുടങ്ങുന്നത് 2017 മുതൽ 2020 വരെ. BTS എന്ന പേര് കൊറിയയ്ക്ക് പുറത്തേക്ക് പടർന്നു. 2017 DNA എന്ന പാട്ടിലൂടെ അവർ അമേരിക്കൻ വിപണിയിൽ ഇടം പിടിച്ചു. ബിൽബോർഡ് മ്യൂസിക് അവാർഡ്സിൽ ആദ്യമായി പുരസ്കാരം നേടി. ലവ് യുവർ സെൽഫ് ക്യാമ്പയിൻ, യൂണിസെഫുമായി ചേർന്ന് ലവ് മൈസെൽഫ് എന്ന ക്യാമ്പയിൻ അവർ തുടങ്ങി. UN പ്രസംഗിച്ച ആദ്യത്തെ K-pop ഗ്രൂപ്പായി അവർ മാറി. 2020 ഡൈനാമൈറ്റ്. കോവിഡ് കാലത്ത് ലോകത്തിന് ആശ്വാസമായി വന്ന ഡൈനാമൈറ്റ് എന്ന ഇംഗ്ലീഷ് പാട്ട് ബിൽബോർഡ് ഹോട്ട് 100ൽ ഒന്നാമതെത്തി. അതോടെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ബാൻഡായി മാറി. ചരിത്ര നേട്ടങ്ങളും ഇടവേളയും തുടങ്ങിയത് 2021 ആയപ്പോഴാണ്. ഗ്രാമി നോമിനേഷൻ നേടുകയും വൈറ്റ് ഹൗസിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുകയും ചെയ്തു. 2022 അവരുടെ 10ാം വാർഷികത്തിന് മുന്നോടിയായി പ്രൂഫ് എന്ന ആൽബം പുറത്തിറക്കി. തുടർന്ന് ഓരോ അംഗങ്ങളും സ്വന്തം സോളോ പാട്ടുകൾ ഇറക്കാൻ തുടങ്ങി. സൈനിക സേവനം. നിലവിൽ എല്ലാ അംഗങ്ങളെയും ദക്ഷിണ കൊറിയയിലെ നിയമപ്രകാരം നിർബന്ധിത സൈനിക സേവനത്തിലാണ്. BTSന്റെ വിജയ രഹസ്യം മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ സ്വന്തം കഥകളാണ് പാട്ടുകളിലൂടെ പറയുന്നത്. ലവ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ സ്നേഹിക്കൂ എന്ന അവരുടെ സന്ദേശമാണ് ലോകമെമ്പാടുള്ള ദശക്കണക്കിന് ആർമികളെ അവർക്ക് ചുറ്റും അണിനിരത്തിയത്. നമ്മുടെ പേരും രൂപവും എന്തുമാകട്ടെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. ഇതായിരുന്നു അവരുടെ പ്രധാന സന്ദേശം. 2025 എല്ലാവരും സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ BTS വീണ്ടും ഒന്നിക്കുമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അത് കഴിച്ച് നമ്മൾ ഇന്നും കാണുന്ന BTS, നമ്മൾ പണ്ട് മുതൽ സ്നേഹിച്ചു വന്ന BTS, ഇപ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത BTS എന്നും നമ്മുടെ കൂടെയുണ്ട്. ഇനി അവർ നമ്മളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂടെ ഉണ്ടാകും. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു നമ്മുടെ BTSൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ ചിരിപ്പിച്ചും ഇടയ്ക്ക് നമ്മളെ കരയിപ്പിച്ചും ഒക്കെ നമ്മൾ BTS ഉണ്ടായിരുന്നു. അപ്പോൾ BTSന് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് പൊറുക്കുക. ഓക്കെ, ബായ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ BTSൻ്റെ കഥ. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.